ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പിണക്കത്തിലായ കെ മുരളീധരനെ വയനാട് മത്സരിപ്പിക്കാൻ നീക്കം. കെപിസിസി അധ്യക്ഷ സ്ഥാനം നൽകാനും സാധ്യത. മുരളീധരൻ കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമെന്ന് UDF കൺവീനർ MM ഹസൻ വ്യക്തമാക്കി. വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസും രാഹുൽ മാങ്കൂട്ടത്തിലും സ്ഥാനാർത്ഥികളാകാനും സാധ്യതയുണ്ട്. അകന്നു നിൽക്കുന്ന മുരളീധരനെ അടിപ്പിക്കാനായി തിരക്കിട്ട നീക്കങ്ങളാണ് KPCCയിൽ നടക്കുന്നത്. നേതാക്കൾ പലരും നേരിട്ടും അല്ലാതെയും മുരളീധരനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ സ്ഥാനമൊഴിയുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മുരളീധരന് സ്ഥാനമൊരുക്കാനാണ് ശ്രമം. അതോടൊപ്പം മറ്റ് അനുനയ നീക്കങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും പിടികൊടുക്കാൻ കെ മുരളീധരൻ തയ്യാറാകുന്നില്ല. KPCC അധ്യക്ഷ പദവിയിലാണ് കെ മുരളീധരന്റെ നോട്ടം. കെ മുരളീധരന്റെ ദയനീയ പരാജയം സംഘടനാ സംവിധാനം ചലിക്കാത്തതിനാലാണ് എന്ന് ഏറെക്കുറെ വ്യക്തം. അതിനു പിന്നാലെയാണ് നേതാക്കളുടെ അനുനയ നീക്കം. അതേസമയം മുരളീധരനെ പിന്തുണച്ച് UDF കൺവീനർ MM ഹസനും രംഗത്ത് വന്നു. മുരളീധരൻ കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമെന്നാണ് ഹസന്റെ പ്രതികരണം. ഞാൻ മുരളീധരനോട് ഈ പത്രസമ്മേളനത്തിന് മുമ്പ് സംസാരിച്ചു. അദ്ദേഹം അവിടുത്തെ തോൽവിയെ കുറിച്ചൊക്കെ ആശയങ്ങൾ പങ്കുവച്ചു. പക്ഷെ ഒരിക്കലും മുരളീധരനെ പോലൊരാൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ പേരിൽ ഇങ്ങനെ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച MLA-മാരുടെ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളും ആരംഭിച്ചു. തൃശൂർ, ചേലക്കരയും പാലക്കാടുമാണ് ഒഴിവുവരുന്നത്. ഈ രണ്ടിടങ്ങളിൽ ചേലക്കരയിൽ രമ്യ ഹരിദാസും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനുമാകും സാധ്യത. ജനം, തിരുവനന്തപുരം.